സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ദില്ലി ജന്തർ മന്ദറിലെ CJP റാലി അലങ്കോലപ്പെടുത്തുമോ? റാലിയിലേക്ക് പ്രശ്നക്കാർ നുഴഞ്ഞു കയറുമോ? CJPയുടെ സോഷ്യൽ മീഡിയയിലെ പിന്തുണ ഗ്രൗണ്ടിലേക്ക് എത്തുമോ? CJP പ്രതിഷേധത്തോട് കേന്ദ്ര സർക്കാർ എന്ത് സമീപനം സ്വീകരിക്കും? ഇതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എന്തായാലും പാറ്റകൾ ഒത്തുകൂടുമ്പോൾ നെഞ്ചിടിപ്പിലാകുന്നത് മോദി അമിത്ഷാ ടീം തന്നെയാണ്. റാലിക്ക് അനുമതി നൽകിയാലും നടപടിയെടുത്താലും അത് BJPക്ക് വലിയ തലവേദനയായി മാറുന്ന സ്ഥിതി. അഭിജിത്ത് ദീപ്കെ കസ്റ്റഡിയിലെടുത്താൽ അത് വലിയ യുവജന രോഷത്തിന് കാരണമാകുന്ന സ്ഥിതി. അതുകൊണ്ട് തന്നെ കേന്ദ്രം എന്ത് സമീപനം സ്വീകരിക്കും എന്നതാണ് യഥാർത്ഥ ആകാംക്ഷ. CJPയും കേന്ദ്ര നീക്കങ്ങളെ വളരെ കരുതലോടെയാണ് നോക്കിക്കാണുന്നത്. CJPക്കാണെങ്കിൽ പിന്തുണ കൂടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രകാശ് രാജിനെയും സോനം വാങ്ചുക്കിനെയും പോലുള്ളവർ പിന്തുണയുമായി രംഗത്തുണ്ട്. CJPയുടെ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുമെന്ന് SFIയും ഐസ പോലുള്ള വിദ്യാർത്ഥി സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് മാത്രമാണ് ഈ മൂവ്മെന്റിനെ സംശയത്തോടെ നോക്കിക്കാണുന്നത്. CJP റാലിയുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. ഒന്നാമത്തെ പോയിന്റ്, CJPയുടെ സോഷ്യൽ മീഡിയയിലെ പിന്തുണ ഗ്രൗണ്ടിൽ അതുപോലെ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ CJPക്ക് പിന്തുണ നൽകുന്നവർ കുറച്ചു ഭാഗമെങ്കിലും ജന്തർ മന്ദറിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാമിൽ മാത്രം CJPക്ക് നമുക്കറിയാം 2.2 കോടിയിലധികം ഫോളോവേഴ്സാണുള്ളത്. അത് കേവലം ലൈക്കുകളിൽ ഒതുങ്ങുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ CJP ഉയർത്തുന്ന വിഷയങ്ങളാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വിഷയം നീറ്റ് പരീക്ഷാ ക്രമക്കേടും JEE അഡ്വാൻസ്ഡ് ഡാറ്റ ചോർച്ചയുമാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും നേരിട്ട് ബാധിക്കുന്ന വൈകാരികമായ വിഷയമാണിത്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ യുവതലമുറ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മറ്റൊരു കാര്യം പ്രമുഖരുടെ നേരിട്ടുള്ള പിന്തുണയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുമൊരു ഇൻഫ്ലുവൻസർ കൂട്ടായ്മ എന്നതിനപ്പുറം രാജ്യത്ത് വലിയ ജനസ്വാധീനമുള്ള പ്രമുഖ വ്യക്തികൾ CJPയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്, പിന്നെ നടൻ പ്രകാശ് രാജ്. നമുക്ക് പ്രകാശ് രാജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ BJPയുടെ നയങ്ങളെ ശക്തമായി എതിർക്കുന്ന നടനാണ് അദ്ദേഹം. പ്രകാശ് രാജിനെ പോലുള്ളവരുടെ പിന്തുണ സമരത്തിന് ഗ്രൗണ്ടിലെ ജനപങ്കാളിത്തം കൂട്ടാൻ സഹായിക്കും. മാത്രമല്ല ദില്ലിയിൽ സമരം ചെയ്ത് നല്ല പരിചയമുള്ള SFI, ഐസ പോലുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും സമരത്തിൽ പങ്കുചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ നേതാക്കളും സമരത്തിന് എത്തുമെന്ന് തന്നെയാണ് സൂചന. മറ്റൊരു നിർണായക കാര്യം, CJPയുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ ഭൂരിഭാഗവും 18നും 30നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്. രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാൻ ആഗ്രഹിക്കുന്ന വിഭാഗമെന്നും ഇവരെ വിളിക്കാം. തങ്ങളുടെ ഭാവി അവതാളത്തിലാക്കുന്ന പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡിജിറ്റൽ ലോകത്ത് നിന്ന് ജന്തർ മന്ദറിലേക്ക് നേരിട്ടെത്തി പ്രതിഷേധിക്കാൻ ഇവർ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ നേരിട്ട് എത്തുന്നു എന്നതും ജന്തർ മന്ദറിലെ പരിപാടിയുടെ പ്രാധാന്യം കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമരത്തിന് ഗ്രൗണ്ടിൽ വലിയ ജനപിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് ദില്ലി പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും വിലയിരുത്തുന്നത്. പോലീസിൻ്റെ കടുത്ത നിയന്ത്രണങ്ങളും അനുമതി നിഷേധിക്കലും എല്ലാം ഉണ്ടാകുന്നുവെങ്കിൽ ഈ മുന്നേറ്റത്തിന് കൂടുതൽ ജനശ്രദ്ധയും പിന്തുണയും ഗ്രൗണ്ടിൽ അത് നേടിക്കൊടുക്കും, അതിന് കാരണമാകും എന്ന് തന്നെയാണ് സൂചന. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, ജന്തർ മന്ദറിലെ പ്രതിഷേധം അക്രമത്തിലേക്കോ മറ്റോ വഴിമാറ്റി അലങ്കോലപ്പെടുത്താനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളതാണ്. സമരത്തിൽ BJP അനുഭാവികളോ മറ്റ് IT സെൽ പ്രതിനിധികളോ നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പാർട്ടിയുടെ വക്താക്കൾക്ക്, അതായത് CJPയുടെ വക്താക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം BJP നേതാക്കളും പ്രവർത്തകരും CJPയോട് അത്രത്തോളം അസഹിഷ്ണുതയോടെയാണ് പെരുമാറുന്നത്. അക്കാര്യം നമുക്കറിയാം. രൂപീകരിച്ചു വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ CJP ഉണ്ടാക്കിയ മുന്നേറ്റം BJP കേന്ദ്രങ്ങളെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല CJPയുടെ എല്ലാം ആരോപണ മുനകളും നീളുന്നത് BJPക്ക് നേരെയാണ്. അതിൻ്റെ പ്രതിഫലനം ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ ഉണ്ടാകും എന്നതാണ് CJP നേതാക്കളുടെ പ്രധാനപ്പെട്ട ആശങ്ക. സമരസ്ഥലത്ത് വലിയ രീതിയിലുള്ള അക്രമങ്ങളും ബഹളങ്ങളും ഉണ്ടായേക്കാം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ചില IT സെല്ലുകൾ മനഃപൂർവ്വം വ്യാജ വാർത്തകളും അഭ്യൂഹങ്ങളും പരത്തുന്നുണ്ട് എന്നാണ് CJP നേതാക്കൾ പറയുന്നത്. സമരത്തെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാകുമെന്നത് ഇതിലൂടെ ഉറപ്പാണ് എന്നാണ് അവരുടെ ആശങ്ക. സമരത്തിൽ പങ്കെടുക്കുന്നവർ രാഷ്ട്രീയ ബാനറുകളോ മറ്റു കൊടികളോ കൊണ്ടുവരരുത് എന്നാണ് CJP കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതൊരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായതിനാൽ
രാഷ്ട്രീയ ലാഭത്തിനായി ആരും സമരം ഉപയോഗിക്കാതിരിക്കാനും ഈ നുഴഞ്ഞുകയറ്റക്കാരെ എളുപ്പത്തിൽ തിരിച്ചറിയാനും വേണ്ടിയാണ് ഇങ്ങനെ തന്ത്രപരമായ തീരുമാനം CJP എടുത്തിരിക്കുന്നത് എന്നാണ് അവരുടെ വക്താക്കൾ പറയുന്നത്. പ്രകോപനങ്ങളിൽ വീഴരുത് എന്നാണ് അണികളോട് CJPയുടെ മുഖ്യ വക്താവ് സൗരവ് ദാസ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതായത് നുഴഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് CJP വക്താക്കളും പ്രവർത്തകരും കരുക്കൾ നീക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നാൽ കേന്ദ്ര സർക്കാർ നീക്കങ്ങളാണ്. ഈ സമരത്തിനെതിരെ കേന്ദ്ര സർക്കാർ എങ്ങനെ നീങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ റാലിയോട് കർശനവും നിയന്ത്രണങ്ങൾ നിറഞ്ഞതുമായ സമീപനമായിരിക്കും കേന്ദ്രവും ഡൽഹി പോലീസും സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന സൂചനയും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ദില്ലി പോലീസിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് ജന്തർ മന്ദറിൽ സമരം ചെയ്യാൻ 7 ദിവസം മുമ്പ് അനുമതി വാങ്ങേണ്ടതുണ്ട്. എന്നാൽ CJP ഇതുവരെ അനുമതി വാങ്ങിയിട്ടില്ല. അമേരിക്കയിൽ നിന്ന് അഭിജിത്ത് ദീപ്കെ എത്തിയതിനു ശേഷം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി അനുമതി വാങ്ങുമെന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിക്കാനോ അല്ലെങ്കിൽ കർശനമായ നിയന്ത്രണങ്ങളോടെ മാത്രം ചെറിയൊരു കൂട്ടായ്മയ്ക്ക് CJPക്ക് അനുമതി നൽകാനോ ആണ് സാധ്യത. അതിന് ആണ് പോലീസ് കരുക്കൾ നീക്കുന്നത്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കരുക്കൾ നീക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കർശനമായ നിരീക്ഷണവും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, അഭിജിത്ത് ദീപ്കെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയാണ്. ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് താൻ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന് അഭിജിത്ത് ദീപ്കെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിധി ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിട്ടുകൊടുക്കുന്നു എന്നാണ് അദ്ദേഹം അവസാനമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും സമരം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അഭിജിത്ത് അഭ്യർത്ഥിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ CJPയെ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി വളരാൻ അനുവദിക്കാതെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കുക എന്ന തന്ത്രമായിരിക്കും കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് അമിത്ഷാ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ വലിയ പിന്തുണ ഉള്ളതുകൊണ്ട് കടുത്ത നടപടികൾ സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംഘവും മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായും ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണയുള്ള ഒരു പ്രസ്ഥാനം, അത് ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ്. അതിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിനും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയും വെല്ലുവിളിയും സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതൊരു സാധാരണ രാഷ്ട്രീയ സമരമല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഭാവിയെ ബാധിക്കുന്ന പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്, രാഷ്ട്രീയ പ്രതിഷേധമല്ല. അതിനാൽ സമരത്തെ ബലം പ്രയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് സർക്കാരിന് വിദ്യാർത്ഥി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കും. കർഷക സമരം, അഗ്നിപഥ് പ്രതിഷേധം തുടങ്ങിയ മുൻകാല പ്രക്ഷോഭങ്ങളെ ശക്തമായി നേരിട്ടപ്പോൾ നമുക്കറിയാം BJP സർക്കാരിന് വലിയ രാഷ്ട്രീയ വില അതിന് നൽകേണ്ടി വന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട് BJPക്കെതിരെ. മാത്രമല്ല ആ ദേഷ്യം ഇന്നും പഞ്ചാബിലൊക്കെ അലയടിക്കുന്നതും നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് യുവാക്കൾ തെരുവിൽ ഇറങ്ങുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് അങ്ങേയറ്റം സെൻസിറ്റീവായ കാര്യമാണ്. ഇക്കാര്യം BJPക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും പേടിയുള്ള വിഷയമാണ്. മറ്റൊരു കാര്യം, CJPയുടെ ശക്തി ഡിജിറ്റൽ ലോകമാണ് എന്നുള്ളതാണ്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കോ നേതാക്കൾക്കോ എതിരെ പോലീസ് നടപടി ഒരുപക്ഷെ ഉണ്ടായാൽ അതിൻ്റെ ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിലൂടെ കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇത് സർക്കാരിനെതിരായ വലിയ പൊതുവികാരം ഉണ്ടാക്കാൻ കാരണമാകും. ആഗോളതലത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന് മോശം പ്രതിച്ഛായ ഉണ്ടാക്കാം. അതായത് മോദി അമിത്ഷാ ടീം എത്തുന്ന പ്രതിസന്ധി സത്യത്തിൽ അവിടെയാണ് എന്ന് പറയാം. സമരത്തെ അടിച്ചമർത്തുന്നത് സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കാം. എന്നാൽ നിയന്ത്രിക്കാതിരുന്നാൽ അത് അതിലും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സത്യത്തിൽ മോദി അമിത്ഷാ ടീം എത്തി നിൽക്കുന്നത്. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് പോയാൽ, കോൺഗ്രസ് പാർട്ടി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തന്ത്രപരമായ അകലം പാലിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാരണം അണ്ണാ ഹസാരെ സമരത്തിൻ്റെ അനുഭവമാണ്. അതായത് 2011 UPA സർക്കാരിനെതിരെ ഉയർന്നു വന്ന അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ സമരം പോലുള്ള അരാഷ്ട്രീയ ജനകീയ മുന്നേറ്റങ്ങളെ കോൺഗ്രസ് ഇതുമായി കൂട്ടിവായിക്കുന്നുണ്ട്. അന്നത്തെ സമരം പിന്നീട് BJPയും ആം ആദ്മി പാർട്ടിയും ഹൈജാക്ക് ചെയ്യുകയും കോൺഗ്രസ്സിന് അത് വലിയ തകർച്ചയുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ CJPയുടെ അരാഷ്ട്രീയ സ്വഭാവത്തെ കോൺഗ്രസ് ഇപ്പോഴും സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. CJP എന്ന പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതും കോൺഗ്രസ് ബുദ്ധി കേന്ദ്രങ്ങളുടെ സംശയമാണ്. BJPയുടെ തന്നെ മറ്റൊരു കളിയാണോ എന്നതും കോൺഗ്രസ് സംശയിക്കുന്നു.
സമരം ഒരു പരിധി വിട്ട് സാമൂഹിക അസ്വസ്ഥതകളിലേക്കോ അല്ലെങ്കിൽ ഒരു ജൻസി പ്രക്ഷോഭത്തിലേക്കോ അരാജകത്വ സ്വഭാവത്തിലേക്കോ വഴിമാറിയാൽ അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ് ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. ഇന്ത്യയിലെ യുവതലമുറയുടെ പ്രധാന ശബ്ദമായി മാറാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുന്നതിനിടയിലാണ് CJPയുടെ കടന്നുവരവ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. രാഹുലിനോടുള്ള ജൻസിയുടെ സ്നേഹം തകർക്കാനുള്ള ഗൂഢതന്ത്രമാണോ ഇതെന്നും കോൺഗ്രസിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ലോകത്ത് വലിയ സ്വാധീനമുള്ള CJPയെ പിന്തുണയ്ക്കുന്നത് ഭാവിയിൽ കോൺഗ്രസിൻ്റെ സ്വന്തം യൂത്ത് വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നുള്ള ആശങ്കയാണ് പാർട്ടിക്കുള്ളത്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന CJPയുടെ ആവശ്യത്തോട് യോജിക്കുമ്പോഴും ഒരു സംഘടന എന്ന നിലയിൽ അവരുമായി വേദി പങ്കിടേണ്ടതില്ല എന്ന രാഷ്ട്രീയ ജാഗ്രതയാണ് കോൺഗ്രസ് പുലർത്തുന്നത് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം എത്തുന്നത്. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് വന്നത് അവരുടെ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ്. ഇതാണ് CJPയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ. CJPയുടെ പ്രതിഷേധം എത്രത്തോളം പ്രത്യാഘാതമുണ്ടാക്കും, അത് BJPക്ക് എത്രത്തോളം തിരിച്ചടിയാകും, ഒപ്പം കോൺഗ്രസിൻ്റെ ആശങ്കകൾ ശരിയാകുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.